ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ 3 കട്ട ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് ഉരുക്കിയെടുക്കാം. വെള്ളം കുറച്ച് മാത്രം ഒഴിക്കുന്നത് കൊണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇപ്പോൾ ഇത് നന്നായി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കട്ടിയായിട്ട് തന്നെ ഇത് ഉരുക്കിയെടുക്കാം. അതിനുശേഷം ഇത് നന്നായി തണുക്കുന്ന സമയത്ത് അരിച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി അമൃതം പൊടി എടുക്കാം. ഞാനിവിടെ 300 ml കപ്പാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ 3/4 ഭാഗത്തോളം ഞാൻ അമൃതം പൊടി ഇട്ട് കൊടുക്കുകയാണ്. ബാക്കിയുള്ള ആ 1/4 ഭാഗത്ത് ഞാൻ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസ് അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ അരിച്ച പൊടി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് നാളികേരം പാലാണ്. ഞാനിവിടെ ഒരു നാളികേരം ചിരവി എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒരു 1/2 ഗ്ലാസ് എങ്ങാനും വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയെടുത്തതിൻ്റെ പാലൊന്നെടുക്കാം. അപ്പോൾ ഞാനിവിടെ പാലെടുത്തിട്ടുണ്ട്. ഇത് 1/2 ലിറ്റർ പാലുണ്ടാവും. അപ്പോൾ ഒരു നാളികേരത്തിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തേക്കുന്നത്. ഇനി ഈ പൊടിയിലേക്ക് അപ്പോൾ ആദ്യം ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കര നീര് ഒഴിച്ച് കൊടുക്കുമ്പോൾ മധുരം അധികം കൂടിപ്പോകാനായിട്ട് പാടില്ല. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് മധുരം നോക്കിയിട്ട് പിന്നെ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ശർക്കര നീര് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നാളികേരം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നാളികേരം പാലും മുഴുവനായിട്ട് ഒഴിക്കേണ്ട, കാരണം ബാറ്റർ അധികം ലൂസായി പോകാനായിട്ട് പാടില്ല. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ചൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മധുരം ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ മധുരം കുറച്ച് കുറവാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ശർക്കര നീരും കുറച്ച് പാലും കൂടിയും ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ ചെറിയ കട്ടകളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായി കറക്കിയെടുത്തിട്ട് വരാം. ഇപ്പോൾ കറക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നേരത്തെ കണ്ട കട്ടകളൊന്നുമില്ല. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് കുറച്ചൊന്ന് കട്ടിയായിട്ട് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള നാളികേരം പാലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്തത് മുഴുവനായിട്ട് ഇതിൽ ചേർത്തിട്ടുണ്ട്. 3 കട്ട ശർക്കര എടുത്തതും ശർക്കര നീരാക്കിയത് മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5 ഏലക്കായും 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി നന്നായി പൊടിച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ബാറ്ററിന് വേണ്ടത്, കുറച്ച് ലൂസായിട്ടുള്ളതുപോലെ. ഇപ്പോൾ മധുരം എല്ലാം കറക്റ്റാണ്. ഇനി നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ ഞാൻ 2 കിണ്ണത്തിൽ കുറച്ച് വെളിച്ചെണ്ണ നന്നായി പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് അതിൽ നന്നായി പുരട്ടി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല കനത്തിലാണ് കിണ്ണത്തപ്പം വേണമെന്നുണ്ടെങ്കിൽ നല്ല കനത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ നല്ല കനം കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇഡ്ഡലി തട്ടിലാണ് സ്റ്റീം ചെയ്യണത്. അപ്പോൾ വെള്ളം നന്നായി തിളയ്ക്കുന്ന സമയത്ത് ഈ ഇഡ്ഡലി തട്ടിൻ്റെ ആദ്യത്തെ തട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മേലേക്ക് ഒരു കിണ്ണം വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി മൂടി വെച്ചിട്ട് ആദ്യത്തെ 2 മിനിറ്റ് തീ നന്നായി കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് വേവിക്കാം. അതിനുശേഷം തീ ഒരു മീഡിയത്തിലിട്ടിട്ട് 4-5 മിനിറ്റും കൂടി വേവിക്കാം. അപ്പോൾ കിണ്ണത്തപ്പം കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഒരു 6-7 മിനിറ്റ് ഇരുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാനൊരു 6 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാൻ പോവാണ്. അപ്പോൾ ഈ കിണ്ണത്തപ്പം ഏകദേശം ആയിട്ടുണ്ട്. ഇനി വെന്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു പപ്പട കോല കൊണ്ട് എങ്ങാനും ഒന്ന് തൊട്ട് നോക്കാം. അപ്പോൾ ഇതിൽ ഒട്ടി പിടിക്കണമൊന്നുമില്ല. അപ്പോൾ കറക്റ്റ് വെന്തിട്ടുണ്ട്. ഇനി ഇത് ഇഡ്ഡലി തട്ടിയിൽ നിന്ന് മാറ്റാം. അതിനുശേഷം അടുത്ത കിണ്ണത്തപ്പം കൂടി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ 2 കിണ്ണത്തപ്പം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി തണുത്തതിന് ശേഷമാണ് കിണ്ണത്തിൽ നിന്ന് എടുക്കേണ്ടത്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് എങ്ങാനും ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒരു അറ്റം കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുഖമായിട്ട് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരറ്റം കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് സുഖമായിട്ട് തന്നെ കിണ്ണത്തിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. എവിടെ ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പാണിത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി മറ്റേ കിണ്ണത്തപ്പം കൂടിയും കിണ്ണത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് തന്നെ അറിയിക്കുക. ഒപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.